ഇന്ന് ഇടുക്കിയെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ പ്രതിഷേധ സംഗമത്തിന് തുടക്കം കുറിക്കുകയാണ്. ഈ പ്രതിഷേധ സംഗമം UDF-ന്റെ നേതൃത്വത്തിൽ ഇവിടെ സംഘടിപ്പിക്കുവാൻ തീരുമാനമെടുത്ത UDF-ന്റെ ചെയർമാനും കൺവീനറും അടക്കമുള്ള എല്ലാ നേതാക്കന്മാരെയും ഞാൻ അഭിനന്ദിക്കുകയാണ്. അഭിനന്ദനങ്ങൾ അർപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ ഇവിടെ നിങ്ങൾ ഏറെ പ്രാധാന്യത്തോടുകൂടി ഈ നാട് അല്ലെങ്കിൽ ഈ ജില്ല നേരിടുന്ന പ്രധാനപ്പെട്ട വിഷയം എടുത്തുകൊണ്ട് ആ വിഷയത്തിൽ ഊന്നിക്കൊണ്ട് നിങ്ങൾ നടത്തുന്ന ഈ സമരം സംഗമം എന്ന് പറയുന്നത് ചെറിയ ഒരു കാര്യമായി കാണുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഇവരെ എല്ലാവരെയും അഭിനന്ദിക്കുവാൻ ഈ അവസരം വിനിയോഗിച്ചത്. ഇന്ന് നമുക്കറിയാം, കേരളത്തിൽ ഭരണം നടത്തുന്ന ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റ് ഏതാണ്ട് അവസാന ഘട്ടത്തിലേക്കാണ്. ഇവിടെ ശ്രീ ജോയി ഇവിടെ പറഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നു 7 മാസം എന്നൊക്കെ പറഞ്ഞു. 7 ഒന്നും കാണത്തില്ല, അതിനൊക്കെ മുമ്പേ പോകും. 7 മാസം ഉണ്ടാകില്ല. കാരണം എന്താണെന്നറിയോ? 2026 തെരഞ്ഞെടുപ്പ് ഏതാണ്ട് ഫെബ്രുവരി അവസാനത്തേക്ക് ഡിക്ലറേഷൻ, മാർച്ച് ഏപ്രിൽ മാസത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കും. അപ്പോഴേക്കും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച പിന്നെ ഈ മുഖ്യമന്ത്രിയുടെ വല്ല കാര്യമില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. തെരഞ്ഞെടുപ്പ് വരെ എന്ത് വേണമെങ്കിലും പറയാം. തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി എന്തും പറയാനുള്ള ഒരു അവസരം ഒരുക്കിയെടുത്തുകൊണ്ടാണ് ഇപ്പോൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഓടി നടക്കുകയാണ്. ഇന്നിപ്പോൾ നിങ്ങൾക്കറിയാം, അയ്യപ്പ സംഗമം എന്തോ ഒരു സ്നേഹമാണെന്നറിയോ അയ്യപ്പനോട്. അയ്യപ്പ സംഗമം പമ്പയുടെ മണൽ തീരത്ത് നടത്തുകയാണ്. ആ അയ്യപ്പ സംഗമം ഇവിടെ നടത്തിക്കൊണ്ട്, സത്യം പറയാമെങ്കിൽ ഇന്ന് നിങ്ങളൊക്കെ ഈ വാർത്താമാധ്യമങ്ങൾ കണ്ടു കാണുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്ന സമ്മേളനം അല്പം നേരം ഇരുന്ന് കണ്ടപ്പോൾ ഏതാണ്ട് ഇതിൻ്റെ പകുതിയിലധികം കസേരകൾ ഒഴിഞ്ഞു കിടക്കുന്നതായിട്ടാണ് കണ്ടത്. അയ്യപ്പ സംഘം അയ്യപ്പനോട് എന്തൊരു സ്നേഹമാണെന്നറിയോ മുഖ്യമന്ത്രി. ഇപ്പോഴും മുഖ്യമന്ത്രിയുടെ ആ സ്നേഹം കണ്ടാൽ തോന്നും പണ്ട് അയ്യപ്പനോട് കാണിച്ച എല്ലാ വിദ്വേഷങ്ങളും എന്ന് വെച്ചാൽ ഒരു വിശ്വാസിയാണല്ലോ നമ്മുടെ കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്ന് പറയുന്നത്. ഈശ്വരവിശ്വാസികളായ ഞങ്ങളെപ്പോലെയുള്ള ആളുകൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ അതിനൊരു അർത്ഥമുണ്ട്. ഈശ്വരവിശ്വാസിയാണ് എന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ അയ്യപ്പ സംഗമം സംഘടിപ്പിച്ച് കേരളത്തിലെ ജനങ്ങളുടെ മാത്രമല്ല, പിന്നെ അതിനപ്പുറത്ത് കുറേ ഉണ്ട്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള അയ്യപ്പ ഭക്തന്മാരുടെ ഒക്കെ സംഘടിപ്പിച്ചുകൊണ്ട് അല്പം കൊള്ളയടിക്കാനുള്ള അവസരം ഒരുക്കിയെടുക്കാൻ കഴിയുമോ എന്ന് ധാരണയിലാണ് ഇന്ന് അയ്യപ്പ സംഗമം നടക്കുന്നത്. ഈ അയ്യപ്പ സംഗമം നടക്കുന്നതിന് മുമ്പ് നിങ്ങളൊക്കെ വാർത്തകൾ വായിച്ചു കാണുമല്ലോ. മാധ്യമങ്ങളിൽ വന്നില്ലേ? നമ്മുടെ മാധ്യമ സുഹൃത്തുക്കളൊക്കെ ഇവിടെ നിൽക്കുന്നു. മാധ്യമങ്ങളിൽ വന്ന വാർത്ത എന്താ? അയ്യപ്പന് പ്രീതിപ്പെടുത്തുവാൻ വേണ്ടി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഭക്തൻ അവിടെ നൽകിയ എന്താ, അയ്യപ്പൻ ഇരിക്കുന്നതിൻ്റെ മുമ്പിൽ സ്ഥാപിച്ചിട്ടുള്ള ദ്വാരപാലകന്മാരുടെ പ്രതിമ പൊതിഞ്ഞ സ്വർണം അതിപ്പോ എടുത്തോണ്ട് പോയി. എന്തിനാണെന്നറിയോ? ഈ അയ്യപ്പ ഭക്തന്മാർ ഇങ്ങനെ അവിടെ വന്ന് തൊഴുമ്പോൾ
അവരുടെ കൈവശമുള്ള പണവും അല്ലെങ്കിൽ അവരുടെ കൈവശമുള്ള പലതും എടുത്ത് അങ്ങനെ എറിഞ്ഞു കൊടുക്കാറുണ്ട്. ഭക്തി കൂടുമ്പോൾ അയ്യപ്പ ഭക്തന്മാർ ചെയ്യുന്നതാണ്. അതുകൊണ്ട് കേരളത്തിലെ ദേവസ്വം ബോർഡ് ഒന്ന് കണ്ടുപിടിച്ചു എന്നാൽ പിന്നെ ഇതും എടുത്തുകൊണ്ട് തമിഴ്നാട്ടിന് പൊക്കളയാം. തമിഴ്നാട്ടിൽ കൊണ്ടുവന്ന് ഇതൊന്നുകൂടി ഒന്ന് ഇളക്കി പ്രതിഷ്ഠിച്ച് മിനുക്കി കൊണ്ടുവരാം എന്നവർ കരുതി. എല്ലാം കരുതി അവിടേക്ക് പോയപ്പോൾ ഹൈക്കോടതി ഇടപെട്ട് ചോദിച്ചു, എന്തിനാണ് നിങ്ങൾ ഇറക്കിക്കൊണ്ട് പോയത്? എന്ത് കാര്യമാണ് നിങ്ങൾ ഇത് എടുത്തുകൊണ്ട് പോകാനുള്ള അവസരം ഉണ്ടായത്? നിങ്ങൾ ആരെ അറിയിച്ചു? കോടതിയെ അറിയിച്ചോ? ഇപ്പൊ കോടതിയുടെ നിയന്ത്രണത്തിലാണ് ദേവസ്വം ബോർഡിന്റെ പല പ്രവർത്തനങ്ങൾ നടക്കുന്നത്. ആ നിയന്ത്രണത്തിൽ പോകുന്ന ദേവസ്വം ബോർഡ് ഒരു സുപ്രഭാതത്തിനെടുത്ത തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ഇതെടുത്തുകൊണ്ട് പോയി ഹൈക്കോടതി തന്നെ കണ്ടെത്തി. എന്താ, തിരിച്ചു വരുമ്പോൾ അതിനകത്തുള്ള സ്വർണത്തിൻ്റെ 4 കിലോ എന്ന് പറയുമ്പോൾ എത്ര കോടി രൂപ കൊള്ളയടിക്കാൻ പറ്റി എന്ന് നിങ്ങൾ ആലോചിക്കുക. നിങ്ങളുടെ കയ്യിലൊക്കെ സ്വർണം ഉണ്ടല്ലോ. ഇപ്പൊ സ്വർണം ഊരി നിങ്ങൾ കൊടുക്കണമെന്ന് പറയാൻ വേണ്ടി അല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഇന്നത്തെ സ്വർണത്തിന്റെ വില നിങ്ങൾ ആലോചിക്കണം. 1 ഗ്രാം സ്വർണത്തിന് ഏതാണ്ട് 10,000-ന് മുകളിലുള്ള വില വരുമ്പോൾ നിങ്ങൾ ആലോചിക്കുക, 4 കിലോ സ്വർണം കൊണ്ടുപോയത് തിരിച്ചു വന്നപ്പോൾ കുറഞ്ഞു. അങ്ങനെ കൊള്ള മുതൽ ആയി മാറിയിരിക്കുന്നു.